നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യഹെസ്കേൽ പ്രവചനം 34 അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേലിൻ്റെ ഇടയന്മാരെക്കുറിച്ച് പ്രവചിക്കാം. നീ പ്രവചിച്ച് അവരോട്, ഇടയന്മാരോട് തന്നെ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം! ആടുകളെ അല്ലയോ ഇടയന്മാർ മേയിക്കേണ്ടത്? നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു. ആടുകളെ നിങ്ങൾ മേയ്ക്കുന്നില്ല താനും. നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചെതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും അവയെ ഭരിച്ചിരിക്കുന്നു. ഇടയനില്ലായ്ക കൊണ്ട് അവ ചെതറിപ്പോയിട്ടവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു. എൻ്റെ ആടുകൾ എല്ലാ മലകളിലും ഉയരമുള്ള എല്ലാ കുന്നിന്മേലും ഉഴന്നു നടന്നു. ഭൂതലത്തിലൊക്കെയും എൻ്റെ ആടുകൾ ചിതറിപ്പോയി. ആരും അവയെ തിരികെയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇടയന്മാരെ, യഹോവയുടെ വചനം കേൾപ്പീൻ. എന്നാണേ, ഇടയനില്ലായ്ക കൊണ്ടത്രേ എൻ്റെ ആടുകൾ കവർച്ച ആയി പോവുകയും എൻ്റെ ആടുകൾ കാട്ടിലെ സകല മൃഗത്തിനും ഇരയായി തീരുകയും ചെയ്തത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിക്കാതെ തങ്ങളെ തന്നെ മേയ്ക്കുകയും ആടുകളെ മേയ്ക്കാതിരിക്കുകയും ചെയ്യുക കൊണ്ട്, ഇടയന്മാരെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്നും അവരെ നീക്കിക്കളയും. ഇടയന്മാർ ഇനി തങ്ങളെ തന്നെ മേയ്ക്കയില്ല. എൻ്റെ ആടുകൾ അവർക്ക് ഇരയാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് വിടുവിക്കും. യഹോവയായ കർത്താവ് പ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരിഞ്ഞു നോക്കും. ഒരിടയൻ ചെതറിപ്പോയിരിക്കുന്ന തൻ്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ച് അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവയെ വിടുവിക്കും. ഞാൻ അവയെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവന്ന് ഇസ്രായേൽ മലകളിൽ, നദീതീരങ്ങളിൽ, ദേശത്തിലെ സകല വാസസ്ഥലങ്ങളിലും മേയിക്കും. നല്ല മേച്ചിൽ പുറത്ത് ഞാൻ അവയെ മേയ്ക്കും. ഇസ്രായേലിൻ്റെ ഉയർന്ന മലകൾ അവയ്ക്ക് പാർപ്പിടമായിരിക്കും. അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചിൽ പുറത്ത് മേയുകയും ചെയ്യും. ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കുകയും കിടത്തുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. എന്നാൽ കൊഴുത്തതിനെയും ഉരുത്തതിനെയും ഞാൻ നശിപ്പിക്കും. ഞാൻ ന്യായത്തോടെ അവരെ മേയിക്കും. നിങ്ങളോ എൻ്റെ ആടുകളെ, യഹോവയായ കർത്താവ് പ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ആടിനും മധ്യേയും ആട്ടുകൊറ്റന്മാർക്കും കോലാട്ട് കൊറ്റന്മാർക്കും മധ്യേയും ന്യായം വിധിക്കും. നിങ്ങൾ നല്ല മേച്ചിൽ മേഞ്ഞിട്ട് മേച്ചിലിൻ്റെ ശേഷിപ്പിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്നതും തെളിഞ്ഞ വെള്ളം കുടിച്ചിട്ട് ശേഷിപ്പുള്ളതിനെ കാൽ കൊണ്ട് കലക്കിക്കളയുന്നതും നിങ്ങൾക്ക് പോരെയോ? നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടിയത് എൻ്റെ ആടുകൾ തിന്നുകയും നിങ്ങൾ കാൽ കൊണ്ട് കലക്കിയത് അവ കുടിക്കുകയും ചെയ്യണമോ? അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ തന്നെ തടിച്ച ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ ന്യായം വിധിക്കും. ദീനം പിടിച്ചവയെ നിങ്ങൾ പരക്കെ ചെതറിക്കുവോളും
പാർശ്വം കൊണ്ടും തോൾ കൊണ്ടും ഉന്തി അവയൊക്കെയും കൊമ്പുകൊണ്ട് ഇടിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും. അവ ഇനി ഇരയായി തീരുകയില്ല. ഞാൻ ആടിനും മധ്യേ ന്യായം വിധിക്കും. അവയെ മേയ്ക്കേണ്ടതിന് ഞാൻ ഒരിടയനെ അവർക്കായി നിയമിക്കും. എൻ്റെ ദാസനായ ദാവീദിനെ തന്നെ അവൻ അവയെ മേയിച്ച് അവയ്ക്ക് ഇടയൻ ആയിരിക്കും. ഇസ്രയേലിനെ ആടുകളായും അവരുടെ നേതാക്കളെ ഇടയന്മാരായും ഉപമിച്ചുകൊണ്ട് നേതാക്കൾ നിമിത്തമാണ് ഇസ്രയേലിന് ദോഷം സംഭവിച്ചതെന്ന് ദൈവം അരുളി ചെയ്യുന്ന അധ്യായമാണ് 34-ാം അധ്യായം. ഇസ്രയേലിലെ ഇടയന്മാർ ആടുകളെ തീറ്റാതെ തങ്ങളെ തന്നെ തീറ്റുകയാണെന്നാണ് ദൈവം കണ്ടെത്തിയത്. സാധാരണ ഇടയന്മാർ ദീനം പിടിച്ച ആടുകളെ ചികിത്സിക്കുകയും ബലഹീനമായവയെ ശക്തിപ്പെടുത്തുകയും കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ആണ് വേണ്ടത്. എന്നാൽ ഇസ്രയേലി ഇടയന്മാർക്ക് ജനത്തിൻ്റെ ക്ഷേമമല്ല, തങ്ങളുടെ ക്ഷേമമായിരുന്നു വലിയത്. അവർ ജനത്തിൻ്റെ സ്വോത്രകാഴ്ചയും ദശാംശവും ആദ്യഫലവും എല്ലാം വാങ്ങിച്ചെടുക്കുമായിരുന്നു. അതിനാൽ അവർ തടിച്ചു കൊടുത്തിരുന്നു. പക്ഷെ ജനത്തിൻ്റെ യാതൊരു ക്ഷേമവും അവർ അന്വേഷിച്ചിരുന്നില്ല. അതുകൊണ്ട് ജനം ആടുകൾ ചെന്നായുടെ വായിലകപ്പെടുന്നത് പോലെ ഇസ്രയേൽ ചുറ്റുമുള്ള ജാതികളാൽ പീഡിപ്പിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളുടെ ഉപദേശങ്ങളാൽ അതിനടിമപ്പെടുവാൻ ഇടയായിത്തീർന്നു. ജനത്തെ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് ജനം ആടുകൾ തെറ്റിപ്പോകുന്നത് പോലെ തെറ്റിപ്പോയി. ഇസ്രയേൽ പ്രവാസത്തിൽ ആകാൻ കാരണം നേതാക്കളാണ്. അവർ ദൈവഭക്തി അഭ്യസിപ്പിക്കുകയും ജനം അത് കരുതിക്കൊള്ളുകയും ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വടിയും കോലും കൊണ്ട് ആശ്വാസമുണ്ടാകുമായിരുന്നു. ദൈവം അവരെ ശിക്ഷിക്കാതെ അനുഗ്രഹിക്കുമായിരുന്നു. ജനം ശാപഗ്രസ്തനാകാൻ കാരണം ഇടയന്മാരാണ്. ഇസ്രയേലിന് ദൈവത്തോട് ബന്ധമില്ല, പരസ്പര ബന്ധവുമില്ല. അതുകൊണ്ട് അവരെ അന്വേഷിച്ച് കണ്ടെത്തി മേയ്ക്കാൻ ഞാൻ ദാവീദിനെ ഇടയനാക്കുമെന്ന് പറയുന്നു. ഇത് ദാവീദ് പുത്രനായ യേശുവിൻ്റെ കാര്യമാണ്. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രം വന്നത് എന്ന് യേശു സക്കായുടെ വീട്ടിൽ വെച്ച് പറഞ്ഞു. ഇസ്രായേലിലെ നേതാക്കന്മാരെ കുറിച്ച് യേശു പറഞ്ഞത്, അവർ കുരുടന്മാരായ വഴികാട്ടികളാണ്. അവർ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വരുന്ന കള്ളന്മാരാണ്. എന്നാൽ താൻ നല്ല ഇടയനാണ് എന്ന് യേശു പറഞ്ഞു. ദൈവരാജ്യത്തിലും യേശുവായിരിക്കും നായകൻ, അല്ലെങ്കിൽ ഇടയൻ. അതാണ് ഞാൻ ദാവീദിനെ എൻ്റെ ഇടയനാക്കും, അവനവരെ മേയിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, കുഞ്ഞാട് അവർക്ക് നായകനായിരിക്കും. കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം ആ കുഞ്ഞാടിൻ്റെ കാന്ത അവനെ അനുഗമിക്കും എന്ന്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നല്ല ഇടയനായി കൈക്കൊള്ളാൻ സാധിക്കുന്ന ഏവർക്കും പിശാചിൻ്റെ ആ പിടിയിൽ നിന്ന് വിടുതലുണ്ടായി സുരക്ഷിതവാസം അനുഭവിക്കാൻ സാധിക്കും. 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ പച്ചയായ പുൽപ്പുറങ്ങളും സ്വസ്ഥതയുള്ള വെള്ളവും അവർക്ക് അവകാശമായിരിക്കും. ഒരു താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ കർത്താവരോട് കൂടെയിരിക്കും. വടിയും കോലും കൊണ്ട് ദൈവം അവരെ ആശ്വസിപ്പിക്കും. തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ശത്രുക്കൾ കാണെ ആ വിരുന്നൊരുക്കുവാൻ ഇടയായി തീരും. ആ സങ്കീർത്തനത്തിന് അവസാനം വായിക്കുന്നത്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്നാണ്. അതാണ് ദൈവരാജ്യത്തിലും യേശു തന്നെ ആയിരിക്കും നേതാവ്, അല്ലെങ്കിൽ ഇടയൻ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. പ്രിയപ്പെട്ടവർ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏതൊരാളെയും പിശാച് തൊടാതെയും കാണാതെയും സൂക്ഷിക്കാൻ യേശുവിന് സാധിക്കും. അതാണ് നല്ല ഇടയൻ എന്നതിൻ്റെ അർത്ഥം. നമുക്ക് ഈ ഇടയനായ കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും അനുസരിക്കുകയും അനുഗമിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.